നമ്മുടെ മനസ്സിലൊരു ലക്ഷ്യമുണ്ടാവുക, അത് യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ ദൃഢനിശ്ചയമെടുത്താലോ നമ്മുടെ പ്രയാസങ്ങളെല്ലാം മാറി നിൽക്കും. ആദ്യമായി ഒരു സിനിമയൊരുക്കാൻ ദന്തിതരാജ് ഗോവിന്ദ് ഫാൽക്കെയും ഇങ്ങനെ തന്നെയാണ് ആ തീരുമാനമെടുത്തത്. പല പ്രതിസന്ധികളെയും മറികടന്ന് ഫാൽക്കെ അദ്ദേഹത്തിൻ്റെ സിനിമ ജീവിതം തുടർന്നു. മഹാരാഷ്ട്രയിലെ നാസിക്കിനടുത്ത് ത്രയംബകേശ്വരിൽ 1870 ഏപ്രിൽ 30 ഫാൽക്കെയുടെ ജനനം. ദന്തിതരാജ് ഗോവിന്ദ് ഫാൽക്കെ എന്നാണ് മുഴുവൻ പേര്. സാധാരണ ചുറ്റുപാടിൽ നിന്നും വളർന്ന ഫാൽക്കെ സിനിമയിലേക്ക് എത്തുന്നത് വളരെ കഷ്ടപ്പെട്ട് തന്നെ. അച്ഛൻ ബോംബെ വിൽസൺ കോളേജിലെ സംസ്കൃത അധ്യാപകനായിരുന്നു. ചിത്രരചനയിൽ നല്ല കഴിവുള്ള അഭിരുചിയുള്ള തൻ്റെ മകനെ അച്ഛൻ നന്നായി പ്രോത്സാഹിപ്പിച്ചു. ബോംബെയിലെ ജെ സ്കൂൾ ഓഫ് ആർട്സ്, ബറോഡയിലെ കലാഭവൻ എന്നിവിടങ്ങളിലായി ഫാൽക്കെ ചിത്രകലയും എഞ്ചിനീയറിങ്ങും ഫോട്ടോഗ്രാഫിയും പഠിച്ചു. കലാഭവനിലെ പ്രിൻസിപ്പൽ ജഗ്ഗാർ അവിടുത്തെ സ്റ്റുഡിയോയും ലാബും ഉപയോഗിക്കാൻ നമ്മുടെ കുഞ്ഞു ഫാൽക്കെയ്ക്ക് അനുവാദം കൊടുത്തിരുന്നു. ഫാൽക്കെ ഒരു ഫിലിം ക്യാമറ വാങ്ങി ഫോട്ടോഗ്രാഫി, പ്രോസസ്സിംഗ്, പ്രിൻറ്റിംഗ് എന്നിവയിലൊക്കെ പരീക്ഷണങ്ങൾ തുടരെ നടത്താൻ തുടങ്ങി. 1892 അഹമ്മദാബാദിലെ ഇൻഡസ്ട്രിയൽ എക്സിബിഷനിൽ തിയേറ്റർ മാതൃക അവതരിപ്പിച്ച് ഗോൾഡ് മെഡലും നമ്മുടെ ഫാൽക്കെ സ്വന്തമാക്കിയിരുന്നു. ഗോദ്രയിൽ ഒരു ഫോട്ടോഗ്രാഫറായാണ് തൊഴിൽ ജീവിതം ഫാൽക്കെ ആരംഭിക്കുന്നത്. എന്നാൽ ആദ്യ ഭാര്യയും കുഞ്ഞും പ്ലേഗ് ബാധയിൽ മരണപ്പെട്ടതോടെ ആ ജോലി ഉപേക്ഷിച്ചു. പിന്നീട് കുറച്ചുകാലം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ ഡ്രാഫ്റ്റ്മാനായി. അതും വിട്ടപ്പോൾ അച്ചടിയിലേക്ക് തിരിഞ്ഞു. രവിവർമ്മ ചിത്രങ്ങളുടെ ആദ്യ പ്രിൻ്റുകൾ ഇദ്ദേഹമാണ് തയ്യാറാക്കിയത്. പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ അച്ചടിശാലയിലെ ജോലിയും മതിയാക്കി. അങ്ങനെയിരിക്കെയാണ് 1910 ലൈഫ് ഓഫ് ക്രൈസ്റ്റ് എന്ന നിശബ്ദ ചിത്രം കാണാനിടയായത്. ഇതോടെ സിനിമ എന്ന മായാലോകത്തിലേക്കുള്ള യാത്രയും ആരംഭിച്ചു. ഭാരതീയ പുരാണങ്ങളിലെ കഥാപാത്രങ്ങളെ വെച്ച് ഒരു സിനിമ ഉണ്ടാക്കണം, അതാണ് ആദ്യം തീരുമാനിച്ചത്. പക്ഷെ തൻ്റെ ആശയം ഭാര്യ സരസ്വതിയോട് പറഞ്ഞപ്പോൾ ഭാര്യയും സിനിമ എടുക്കാനുള്ള ആഗ്രഹത്തെ നല്ല രീതിയിൽ തന്നെ പിന്തുണച്ചു. എന്നാൽ സ്വന്തം ബന്ധുക്കൾ തന്നെ അതിനെ നിസ്സംശയം എതിർത്തു. സിനിമ പിടിക്കാൻ തനിക്ക് കഴിയും എന്ന് ബന്ധുക്കളെ വിശ്വസിപ്പിക്കാൻ ഫാൽക്കെ തൻ്റെ ക്യാമറയിലെ ചെറിയൊരു പരീക്ഷണം നടത്തി. ഒരു ചെടി വളരുന്നതിൻ്റെ പലവിധ ഘട്ടങ്ങൾ ഫോട്ടോ എടുത്തു. എന്നിട്ട് അതെല്ലാം പ്രോസസ്സ് ചെയ്ത് എല്ലാവരെയും കാണിച്ചു. ചെടി പെട്ടെന്ന് വളരുന്നതായി കാണികൾക്ക് തോന്നി. അതിന് ഒരുപാട് പേരുടെ അഭിനന്ദനവും കിട്ടി. അതിനുശേഷം ഫാൽക്കെ കുറച്ച് പണം കടമായി സംഘടിപ്പിച്ചു. സിനിമ ഉപകരണങ്ങളുടെ വിവിധ കാറ്റലോഗുകളുമായി 1912 ഒരു ഫെബ്രുവരി മാസം അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു. സിനിമാ നിർമ്മാണത്തിൽ ഒരാഴ്ചത്തെ പരിശീലനവും അവിടെ നിന്നും കരസ്ഥമാക്കി. തിരിച്ചു വരുമ്പോൾ ഒരു വില്യംസൺ ക്യാമറയും പ്രോസസ്സിംഗ് ആൻഡ് പ്രിൻറ്റിംഗ് യൂണിറ്റുകളും അദ്ദേഹം തൻ്റെ കയ്യിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇംഗ്ലണ്ടിൽ നിന്ന് വലിയ പ്രതീക്ഷയോടെയാണ് ഫാൽക്കെ മടങ്ങിയെത്തിയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയിലേക്കുള്ള യാത്ര ഒട്ടും എളുപ്പമല്ല എന്ന് അദ്ദേഹത്തിന് പതിയെ മനസ്സിലായി. സാമ്പത്തികം തന്നെയായിരുന്നു ഏറ്റവും വലിയ ആദ്യത്തെ തടസ്സം. എന്നാൽ ഭാര്യ സരസ്വതി തൻ്റെ ആഭരണങ്ങൾ വിറ്റ് സഹായിച്ചപ്പോൾ ആ പ്രശ്നത്തെ മറികടന്നു. അടുത്ത പ്രശ്നം ഒരു നടിയെ കിട്ടുക എന്നതായിരുന്നു. അതിനായി അലച്ചിലായി. പ്രധാന കഥാപാത്രം അവതരിപ്പിക്കാൻ നല്ല ഭംഗിയുള്ള മുഖം തന്നെ വേണമെന്ന് നിശ്ചയിച്ചിരുന്നുകൊണ്ട് അതിനായി പരസ്യങ്ങളും കൊടുത്തു. പക്ഷേ നടിമാരെ മാത്രം കിട്ടിയില്ല. അഭിനയിക്കാൻ അക്കാലത്ത്, പ്രത്യേകിച്ച് സിനിമയിൽ, അന്തസ്സ് കുറഞ്ഞ പണിയായി കരുതുന്ന എല്ലാവരും, പ്രത്യേകിച്ച് സ്ത്രീകളും, ആരും തന്നെ ഇതിന് തയ്യാറായില്ല. പിന്നീട് നാടകത്തിൽ അഭിനയിച്ചു വരുന്ന നടിമാരെ പലരെയും സമീപിച്ചു നോക്കി, അതും നടന്നില്ല. പിന്നീട് ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് അദ്ദേഹം തൻ്റെ നായികയെ കണ്ടെത്തി. എന്നാൽ അതൊരാണായിരുന്നു. പക്ഷേ തൻ്റെ നായികയുടെ ചന്തവും ഭാവങ്ങളുമൊക്കെ ഒത്തിണങ്ങിയ ഒരു പുരുഷനാണ് ഇതാണ് എന്നുള്ളത് ഫാൽക്കെയ്ക്ക് വ്യക്തമായി ബോധ്യമായി. ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് കണ്ട ഒരു പാചകക്കാരൻ്റെ സഹായിയായിരുന്നു അണ്ണ സലുങ്കൈ. അങ്ങനെ ഫാൽക്കെയുടെ ആദ്യ ചിത്രത്തിലെ നായികയായ താരാമതിയായി അഭിനയിച്ചതും ഇദ്ദേഹം തന്നെ. താരാമതി മാത്രമല്ല, മറ്റു നടിമാരായി അഭിനയിച്ചതും ആണുങ്ങൾ തന്നെയാണ്. ഫാൽക്കെ ഫിലിംസിൻ്റെ ബാനറിൽ ആദ്യ പടം നിർമ്മിച്ച്
ബോംബെയിലെ ദാദർ സെറ്റുകൾ പണിത് 1912 ചിത്രീകരണം തുടങ്ങി. ദാദറിലാണ് സെറ്റുകൾ പണിത് കേട്ടോ. അതുകൊണ്ടാണ് അതിന് ദാദർ സെറ്റ് എന്ന് പറഞ്ഞത്. നിർമ്മാണത്തിൽ സഹകരിച്ചിരുന്നവരിൽ ഒരാളായ ത്രയംബക് ബി തെലങ്കാനയും തൻ്റെ ക്യാമറ കൈകാര്യം ചെയ്യാൻ അദ്ദേഹം പഠിപ്പിച്ചു. അദ്ദേഹം ഹരിചന്ദ്രയുടെ ക്യാമറാമാനായി. പകൽ സമയത്തായിരുന്നു മിക്കവാറും ഷൂട്ടിംഗ്. ഹരിചന്ദ്രയായി രംഗത്ത് വന്നത് ദാത്രേയ ദാമോദർ ദാപ്കെയായിരുന്നു. ഫാൽക്കെയുടെ പുത്രൻ ബാലചന്ദ്ര ഡി ഫാൽക്കെയും ഹരിചന്ദ്രൻ്റെ പുത്രൻ്റെ റോളിൽ അഭിനയിച്ചു. അങ്ങനെ ഇന്ത്യൻ സിനിമയിലെ ആദ്യത്തെ ബാലനടനായി ബാലചന്ദ്ര. സെറ്റിടൽ, സംവിധാനം, വിതരണം, എന്തിനേറെ തൻ്റെ സ്വപ്ന സിനിമയിൽ ഫാൽക്കെ അഭിനയിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഭാര്യ വസ്ത്രാലങ്കാരം കൈകാര്യം ചെയ്തു. നടീനടന്മാർക്കായുള്ള ഭക്ഷണം ഉണ്ടാക്കിയതും ഇവർ തന്നെ. ചിത്രം നിർമ്മിക്കാൻ അന്നത്തെ 10,000 രൂപയാണ് അദ്ദേഹം ചെലവഴിച്ചത്. 6 മാസമെടുത്ത് പടം പൂർത്തിയാവാൻ. 1913 ഏപ്രിൽ 21 ബോംബെയിലെ ഒളിമ്പ്യ സിനിമയിൽ ചിത്രത്തിൻ്റെ പ്രിവ്യൂ നടന്നു. മെയ് 3 കോർണേഷൻ മൂവി തിയേറ്ററിൽ പൊതുദർശനവും ആരംഭിച്ചു. ആദ്യം ഒരു പ്രിൻ്റ് മാത്രമാണ് ചിത്രം പുറത്തു വന്നത്. പിന്നീട് കൂടുതൽ പ്രിൻ്റുകൾ പുറത്തിറക്കി. ഇതൊരു നിശബ്ദ ചിത്രമായിരുന്നു. അതിനാൽ തന്നെ മറാത്തി ഭാഷയിലെ സബ് ടൈറ്റിലുകൾ കൊടുത്താണ് ഇത് പ്രദർശിപ്പിച്ചത്. പാശ്ചാത്യ സിനിമകൾ കണ്ടു ശീലിച്ച ഉപരിവർഗം ഈ ചിത്രത്തെ പാടെ അവഗണിച്ചു. പക്ഷേ ഫാൽക്കെ പ്രതീക്ഷിച്ചതുപോലെ സാധാരണക്കാർ ഈ ചിത്രത്തെ ഏറ്റുവാങ്ങി. പട്ടണത്തിൽ നിന്നു മാത്രമല്ല, ഗ്രാമങ്ങളിൽ നിന്നുപോലും സാധാരണക്കാർ ചിത്രം കാണാൻ തിയേറ്ററിലേക്ക് ഒഴുകിയെത്തി. സാധാരണ 2 ദിവസമൊക്കെയാണ് അന്നത്തെ കാലത്ത് കോർണേഷനിൽ ഓരോ പടവും പ്രദർശിപ്പിച്ചിരുന്നത്. എന്നാൽ ജനപ്രീതി മുൻകണ്ട് രാജ ഹരിചന്ദ്ര എന്ന സിനിമ 2 ആഴ്ച കളിച്ചു. അങ്ങനെ ആദ്യ സിനിമ എല്ലാ പ്രതിസന്ധികളെയും നേരിട്ട് വിജയം കൈവരിച്ചു. പക്ഷേ അന്നത്തെ കാലത്തെ വാർത്താവിനിമയ മാർഗങ്ങളും പത്രങ്ങളും ഒന്നും ഈ കാര്യത്തെ അധികം പ്രോത്സാഹിപ്പിച്ചില്ല. ഹരിചന്ദ്രയെ ശ്രദ്ധിച്ചേയില്ല എന്ന് തന്നെ പറയാം. എന്നാൽ ബാലഗംഗാധര തിലകൻ്റെ കേസരി പത്രം രാജ ഹരിചന്ദ്രയെ ആദ്യത്തെ സ്വദേശി ചിത്രമെന്ന് വിശേഷിപ്പിക്കുകയും അതിനുവേണ്ടി നന്നായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. തൻ്റെ ആദ്യ സിനിമയായ ഹരിചന്ദ്ര ഇറങ്ങിയതിന് ശേഷം സിനിമാ രംഗത്ത് ദാദേ സാഹിബിനെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. നാസിക്കിൽ ഒരു വലിയ സ്റ്റുഡിയോ അദ്ദേഹം പണിതു. 1914 മോഹിനി ബസ്മാസുർ, സത്യവാൻ സാവിത്രി എന്നീ ചിത്രങ്ങളും തൻ്റെ സ്റ്റുഡിയോയിൽ വെച്ച് അദ്ദേഹം നിർമ്മിച്ചു. മോഹിനി ബസ്മാസുറിൽ അദ്ദേഹം അവതരിപ്പിച്ച കമലാബായ് ഗോഖലെയാണ് ഇന്ത്യൻ സിനിമയിലെ ക്യാമറയ്ക്ക് മുൻപിൽ മുഖം കാണിച്ച ആദ്യ വനിത. 1914 ഒരിക്കൽ കൂടി ഇംഗ്ലണ്ടിലേക്ക് പോയ ഫാൽക്കെ സിനിമ ചിത്രീകരിക്കാൻ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളും വാങ്ങിയാണ് തിരിച്ചു വന്നത്. രാജ ഹരിചന്ദ്രയുടെ പ്രിൻ്റ് ഇതിനോടകം തന്നെ കേടായി. എന്നാൽ ഈ ചിത്രം സത്യവാദി രാജ ഹരിചന്ദ്ര എന്ന പുനർനാമകരണം ചെയ്ത് പുതിയ പേരിൽ 1914 ഒന്നും കൂടി നിർമ്മിച്ചു. ഇതിൻ്റെ നിർമ്മാണ വേളയിൽ ഹൗ ടു പ്രിപ്പയർ എ ഫിലിം എന്ന ഡോക്യുമെൻ്ററിയും കൂടി ഫാൽക്കെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. രാജ ഹരിചന്ദ്ര എങ്ങനെയാണ് നിർമ്മിച്ചതെന്ന് വ്യക്തമാക്കാനും കൂടിയായിരുന്നു ഈ വീഡിയോ എടുത്തു വച്ചത്. 1-ാം ലോക മഹായുദ്ധത്തെ സാമ്പത്തിക പ്രതിസന്ധി സിനിമാ നിർമ്മാണ മേഖലയും നല്ലപോലെ ബാധിച്ചു. ഫാൽക്കെയുടെ പങ്കാളികൾ പലരും പിന്മാറി. 1918 ആരംഭിച്ച ഹിന്ദുസ്ഥാൻ ഫിലിം കമ്പനിയിൽ ഫാൽക്കെ വർക്കിംഗ് പാർട്ട്ണറായി. ഈ കമ്പനിയുടെ ബാനറിൽ നിർമ്മിച്ച ആദ്യ ചിത്രമാണ് ശ്രീകൃഷ്ണ ജന്മ. ഇതിൽ ശ്രീകൃഷ്ണൻ്റെ വേഷമിട്ടത് ഫാൽക്കെയുടെ തന്നെ മകൾ മന്ദാകിനി. അങ്ങനെ ഇന്ത്യൻ സിനിമയിലെ ആദ്യ ബാലനടിയായി മന്ദാകിനി. 1919 ഹിന്ദുസ്ഥാൻ ഫിലിം കമ്പനിയുടെ പാർട്ട്ണർ സ്ഥാനവും ഫാൽക്കെ ഒഴിഞ്ഞു. എന്നാൽ കമ്പനിയുടെ ചീഫ് പ്രൊഡ്യൂസറായും ടെക്നിക്കൽ അഡ്വൈസറായും അദ്ദേഹം തുടർന്നുകൊണ്ടേയിരുന്നു. കമ്പനി നിർമ്മിച്ച 93 ചിത്രങ്ങളിൽ 40 എണ്ണവും സംവിധാനം ചെയ്തത് ഫാൽക്കെയാണ്. ദി മാജിക് ഓഫ് പ്രൊഫസർ കെൽഫെ എന്ന ചിത്രത്തിൽ അദ്ദേഹം അഭിനയിക്കുകയും ചെയ്തു. കഥാചിത്രങ്ങൾ കൂടാതെ ആനിമേഷനും ഡോക്യുമെൻ്ററിയും എല്ലാം ഫാൽക്കെ സംവിധാനം ചെയ്തിരുന്നു. 1932 സംവിധാനം ചെയ്ത സേതുബന്ധൻ ആണ് ഫാൽക്കെ അവസാനത്തെ നിശബ്ദ ചിത്രം എന്ന് പറയപ്പെടുന്നത്. നിർമ്മാതാവ്, സംവിധായകൻ, തിരക്കഥാകൃത്ത് തുടങ്ങിയ പല മേഖലകളിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടിരുന്നു.
മോഹിനി ഭസ്മാസുർ, സത്യവാൻ സാവിത്രി, ലങ്കാദഹൻ, ശ്രീകൃഷ്ണജന്മ, കാളിയമർദ്ദൻ എന്നിവയെല്ലാം അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ആവിഷ്കാരങ്ങളാണ്. ഗംഗാ അവതരണമാണ് അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രമായി കണക്കാക്കുന്നത്. നാസിക്കിലേക്ക് അദ്ദേഹത്തിൻ്റെ വിശ്രമ ജീവിതം മാറ്റി പറിച്ചു നട്ടപ്പോൾ 1944 ഫെബ്രുവരി 16 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു.